ഹലോ, ഇന്ന് കുറച്ച് കല്യാണ വിശേഷങ്ങൾ കണ്ടാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്? ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ടൊന്ന് ഹെയറൊക്കെ കിട്ടി. ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ വരച്ച് വരച്ച് പൊന്തിയിട്ട് താജ്മഹൽ ഞാൻ കണ്ണിൽ പറഞ്ഞു വെക്കും. ഇന്ന് അത്രയ്ക്കൊന്നും വരച്ചിട്ടില്ല, ചെറുതായിട്ടേ ഒന്ന് വരച്ചിട്ടുള്ളൂ. പിന്നെ ഞാനൊരു ഹാക്കൺ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മൂക്കിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് തുമ്പ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഫില്ലായിട്ട് കിട്ടുമെന്ന് അതൊന്ന് ട്രൈ ചെയ്തു. ആ ഹാക്ക് നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ജെംസിൻ്റെ മാല ഇടാൻ നോക്കിയപ്പോൾ ഇത്തത്ത് പറഞ്ഞത് കൊള്ളത്തില്ലെന്നും പറഞ്ഞ് എനിക്കൊരു നീല നെക്ലേസ് എടുത്തു തന്നു. അതും ഇട്ട് ഒരു ഇത്തത്താടെ കമ്മലും ഇട്ടു. പിന്നെ ഞാൻ ഒരു ഡ്രസ്സിന് മാച്ചായ റിങ്ങും കയറാത്ത ഒരു വള എങ്ങനെയെങ്കിലും കുത്തിപ്പിടിച്ചെന്ന് കയറ്റിയിട്ടു. ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പോൾ തന്നെ നല്ലോണം താമസിച്ചിട്ടുണ്ട് അവിടെ എത്താൻ നേരത്ത്. ഫുഡൊന്നും കിട്ടത്തില്ല, ഭയങ്കരമായിട്ട് താമസിച്ചെന്നും പറഞ്ഞൊക്കെയാണ് ചെന്നത്. നോക്കിയപ്പോൾ നമ്മളെപ്പോലെ കുറേ ആൾക്കാർ ഇപ്പോഴും വരുന്നതേ ഉള്ളൂ. ചെന്നപ്പോൾ തന്നെ സെക്യൂരിറ്റി ഗ്രൗണ്ടിൽ പോയി പാർക്ക് ചെയ്യാൻ പറഞ്ഞു. അവിടെ ഇഷ്ടം കണക്ക് വണ്ടി ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പാർക്ക് ചെയ്ത്. ഇവിടെ തന്നെയാണ് പാചകപ്പരയും. നേരെ കയറി ചെന്നത് ഫുഡ് കഴിക്കാനാണ്. നല്ല ബീഫ് ബിരിയാണിയും ചിക്കനും ഒക്കെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിരുന്നു. വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ഒരു സർപ്രൈസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഐസ്ക്രീം കുടിക്കാൻ പോയി. ഐസ്ക്രീമിനാണെങ്കിൽ കോണില്ലാത്തതുകൊണ്ട് കൈ വെച്ചാണ് കോരി തിന്നത്. നല്ല ചൂട് ചായ എടുത്ത് കുടിച്ച് നാക്കപ്പൊളി ഇരിക്കുന്ന ഇക്കച്ചീനെ കണ്ടോ? വെൽക്കം ഡ്രിങ്ക് ചോറ് കഴിച്ചതിന് ശേഷമാണ് ഇതാ കുടിക്കുന്നത്. ഗ്രേപ്പിൻ്റെ ജ്യൂസായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇക്കച്ചി വെള്ളം എടുക്കാൻ കയറിയതാ. പിന്നെ അവിടുത്തെ കാറ്ററിംഗുകാരായി. കുറേ നേരം അങ്ങനെ പോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് അപ്പുറത്തിരിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞതാണ്. പിന്നെ എനിക്കത് മനസ്സിലായി, എന്നെ വെയിലത്തിരുത്തിയതാണ്. നേരെ പോണത് വീട്ടിലോട്ടല്ല, മറിച്ച് ഒരു സ്ഥലത്ത് വൈബടിക്കാൻ വേണ്ടി കസിൻ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അവിടേക്ക് പോവുക. എവിടെയാണ് പോകുന്നത് നമുക്ക് ആർക്കും അറിഞ്ഞൂടെ, എൻ്റെ കസിന് മാത്രമേ അറിയാവൂ. നമ്മൾ മുമ്പ് ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അപ്പോൾ നമ്മൾ ചമ്മി തിരിച്ച് പോവുകയും ചെയ്തു. നമ്മൾ തളർന്നില്ല, വീണ്ടും നമ്മളിപ്പോൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചമ്മാതിരിക്കാം. ഇക്കച്ചിക്ക് കൺഫ്യൂഷനായി. അപ്പോൾ ഇക്കച്ചി ആ വഴിയല്ലെന്നും പറഞ്ഞ് അവിടെ നിന്ന് വീണ്ടും തിരിച്ചു. ഈ സ്ഥലം ആർക്കെങ്കിലും കണ്ടപ്പോൾ മനസ്സിലായോ? ആ വെള്ള വീടില്ലേ, അത് എന്നെ പഠിപ്പിക്കുന്ന സാറിൻ്റെ വീടാണ്. പിന്നെ എൻ്റെ കൂടെ പണ്ട് പഠിച്ച അപർണയെന്നും പറയുന്ന ഒരു കൂട്ടുകാരിയുണ്ട്. അവളെ വീട് ഈ ഒരു ഏരിയയിലാണ്. വീട് ഏതാണെന്നൊന്നും അറിയത്തില്ല, ഈ സ്ഥലത്താണെന്ന് മാത്രം എനിക്കറിയാം. മുന്നോട്ട് പോയപ്പോൾ നല്ല പാടവും ഒക്കെ കണ്ടു. നല്ല വൈബുള്ള സ്ഥലം തന്നെ. പക്ഷേ റോഡിൻ്റെ കാര്യം നോക്കുന്നെങ്കിൽ ഭയങ്കര കട്ടറും കുഴിയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും കാട്ടിക്കൊണ്ട് കളയുമെന്ന് വിചാരിച്ചപ്പോൾ അടിപൊളി സെറ്റ് സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഒരു വൈബുള്ള അടിപൊളി ഹിഡൻ സ്പോട്ടായ ഒരു വെള്ളച്ചാട്ടത്തിലാണ് കൊണ്ടുപോയത്. വന്ന സമയം ശരിയായില്ല. വൈകിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഉച്ചയ്ക്ക് വന്നുകൊണ്ട് തന്നെ ഭയങ്കര വെയിലായിരുന്നു. എങ്കിലും നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. വെള്ളം കുറവായിട്ടും ഇത്രയും നല്ല ഭംഗിയാണെങ്കിൽ വെള്ളം കൂടുതലായിരിക്കുമ്പോൾ എന്ത് സെറ്റായിരിക്കും. കുറച്ച് നേരം നമ്മളവിടെ കാലിട്ടൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും എടുത്തു. പിന്നെ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം, ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സത്യം പറഞ്ഞാൽ ഇത് നല്ല വൈബ് അടിക്കാനുള്ള അടിപൊളി സെറ്റ് സ്ഥലമാണ്. എന്തുകൊണ്ട് ഇവിടെ ആൾക്കാർ വരുന്നില്ല എന്ന് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത്ര അടിപൊളി സ്പോട്ടാണത്. ഈ സ്ഥലം ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ പ്രത്യേകമായി കമൻറ്റ് ബോക്സിൽ സെറ്റൊന്ന് ഇട്ടേക്കണേ. നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിലേക്ക് പോയി. ഇതും ഒന്നിച്ച് കിടക്കുകയാണെങ്കിലും 2 വഴിയുണ്ട്. ഫസ്റ്റ് സ്പോട്ടിനെക്കാട്ടി എനിക്ക് കുറച്ചും കൂടെ ഈ സ്പോട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വലിയ പാറയും പാലവും പുളിമരവും അങ്ങനത്തെ പ്രത്യേക മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എങ്കിലും ഇവിടെ എന്താ ആൾക്കാർ വരാത്തേ, അതാണ് എനിക്കറിയാത്തത്. പിന്നെ കുറച്ച് നേരം നമ്മളിരുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷേ മരങ്ങൾ മൊത്തം ഉണങ്ങി തൂങ്ങി നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. നമുക്ക് 4 പേർക്കും ഇഷ്ടപ്പെട്ടു. ഇക്കച്ചിടുത്ത് ഇഷ്ടമായെന്ന് വെച്ചപ്പോൾ ഇഷ്ടമായെന്നും പറഞ്ഞ് മുട്ട വാങ്ങിത്തരുമെന്ന് വെച്ചപ്പോൾ ഇല്ലെന്നും പറഞ്ഞു. അതിന് പകരം എനിക്ക് നല്ല ഗ്രേപ്പിൻ്റെ ലൈം വാങ്ങിത്തന്നു. എങ്ങനെയൊക്കെയോ ഒന്ന് കുടിച്ച് തോത്തു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. രണ്ടാമത് ഇക്കച്ചിയുടെ നിന്ന് പൈനാപ്പിളും കൂടെ കുടിച്ച് നോക്കിയപ്പം അത് നല്ല സെറ്റ് ഉണ്ടായിരുന്നു. കപ്പലണ്ടുട്ടായി വാങ്ങിത്തരാമെന്ന് വെച്ചപ്പോൾ അത് വാങ്ങിത്തരാതെ എനിക്ക് കാറ്റുള്ള ലേസ് വാങ്ങിത്തന്നെന്നെ പറ്റിച്ചു. ലേസും തിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി. എൻ്റെ സർപ്രൈസിങ് എത്തി. ഞാൻ സിനിമയും കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇത്തത്തെ കേക്കും കൊണ്ടുവന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ കേക്ക് മുറിക്കുമ്പോൾ ഞാൻ ഒരാളെയും കൂടെ മിസ് ചെയ്യുന്നു. ഐ മിസ് യു ഫാഹിസിക്ക. പിന്നെ
നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും ഞാൻ ഫോർക്കിയായിരുന്നു.